ഉദയശ്രീനടയിൽ ഉയരുമീ മലയിൽ ചിറകു വീശി ചിരികൾ പൂക്കും ഹൃദയമുണരുകയായി കസവുടുക്കും കനവുകൾ തൻ കവിതയല്ലോ ഗേഹം ശ്രീ തുളുമ്പി നീട്ടും ഗമനിരമം മകളരികമണി സരിഗരി നിരഗ ഗമമണി ഗമമണി നിജ ഗമമണി നിജ സരി ഗമമണി നിജ സരി ഉണ്ണി, നീ ഉറങ്ങിയോ? ഇല്ല, ഉറക്കം വരുന്നതേയില്ല. മനസ്സ് നിറയെ സുഖമുള്ള ചിന്തകളാ. അമ്മ, ചേച്ചി, വീട്. എനിക്ക് ഉറക്കം വരുന്നില്ല. മനസ്സിലെന്തോ കിടന്നു പുകയുന്നത് പോലെ. എന്തു പറ്റി ഗംഗ? വീട് പണി ലാസ്റ്റ് സ്റ്റേജിലാ. ഹൗസ് വാമിങ്ങിന് ചെല്ലാനെങ്കിലും ലീവ് എങ്ങനെയും സംഘടിപ്പിക്കണം. ജലജയും കുഞ്ഞുമോളെയും കാണാൻ ഇനിയും കാത്തിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ. മോൾക്ക് വല്ലതും തന്നയച്ച ഞാൻ കൊണ്ടേ കൊടുക്കാം. നാളെ മോൾക്ക് 4-5 ഉടുപ്പ് വാങ്ങണം, ഇത്തിരി വീട്ടു സാമഗ്രികളും. നിനക്ക് വിഷമാവൂ എന്റെ വീട് വരെ പോകാൻ? എന്താ ഗംഗ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പോയി പറയാം നിന്റെ മോളോട്. മോൾ ഇന്നേ വരെ കാണാത്തൊരാള് അച്ഛനെന്നും പറഞ്ഞ് അടുത്ത മാസം വരുന്നുണ്ടെന്ന്. പോരെ? ശരിയാ നീ പറഞ്ഞത്. അവൾ എന്നെ കണ്ട പേടിച്ച് കരയുമായിരിക്കും. ആദ്യമായിട്ട് കാണുകയല്ലേ ഇങ്ങനൊരാളെ. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. മോളെയും മോളുടെ അമ്മയും ഉയർന്നു വരുന്ന വീടിനെ കുറിച്ചും നല്ലത് മാത്രം ഓർത്ത് നീ കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗംഗ, ഗംഗ, സമയം എത്രയെന്നാ വിചാരം? ഇന്നെന്താ ഓഫീസ് ഇല്ലാത്ത പോലെ ഒരു ഉറക്കം?
നിനക്ക് കുറച്ചുകൂടി നേരത്തെ എന്നെ വിളിച്ചുകൂടായിരുന്നോ? നമ്മൾ ഈ മുറിയിലുള്ള എല്ലാവരെയും ഒരുപോലെ വിളിച്ചുണർത്താനാണ് വിശ്വസ്ത സേവകനായ ഒരു ടൈം പീസിനെ ഇവിടെ കാവൽ നിർത്തിയിരിക്കുന്നത്. ഉറങ്ങുമ്പോ പ്രാർത്ഥിക്കണത് പിറ്റേന്ന് വെള്ളിയാഴ്ച ആവണേന്നാ. പക്ഷെ നിവൃത്തിയില്ല. എനിക്കിനി ഇത് 2 ദിവസം കൂടി സഹിച്ചാൽ മതിയല്ലോ എന്നാ സമാധാനം. ഓ, ഇനി നാട്ടിൽ ചെന്നാ എങ്ങനെയാ ചൂടും മണൽക്കാറ്റിടാൻ ഉറങ്ങുകയെന്നാ എന്റെ ചിന്ത. അല്ല, അത് പറഞ്ഞപ്പോഴാ, നാളെ അല്ലേ നിന്റെ പെട്ടി നിറയ്ക്കൽ? പർച്ചേസിങ് എപ്പോഴാ? ഇന്നോ നാളെയോ? എന്തോന്ന് പർച്ചേസിങ്? അമ്മയ്ക്കും ചേച്ചിക്കും എന്തെങ്കിലും വാങ്ങിക്കണം. പിന്നെ ആർക്കാ? നാളെ അല്ലേടാ നിന്റെ സെന്റ് ഓഫ് പാർട്ടി, പെട്ടി ഇറക്ക പാർട്ടിയെ. കൊറേ നാളായി ഈ ബാച്ചിലേഴ്സ് റൂമിൽ ഒരു പെട്ടി നിറയ്ക്കൽ നടന്നിട്ട്. നാളെ നമുക്കിത് തകൃതിയായി ആഘോഷിച്ചു കളയാം. കുപ്പി എന്റെ വക. എല്ലാം നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. അറബിപ്പൂ പൊന്നുവാരി അണിമണി തൻ കതിർച്ചൂടി അഴകിൻ പൂച്ചില്ലു ചൂടി നിറമനസിൽ കനവോടെ കന്നിത്താരം പോലെ എന്നും നീ വാഴണം, കന്നിത്താരം പോലെ എന്നും നീ വാഴണം. അറബിപ്പൂ പൊന്നുവാരി അണിമണി തൻ കതിർച്ചൂടി അഴകിൻ പൂച്ചില്ലു ചൂടി നിറമനസിൽ കനവോടെ കന്നിത്താരം പോലെ എന്നും നീ വാഴണം, കന്നിത്താരം പോലെ എന്നും നീ വാഴണം. രാജാങ്കണമാകെ ചാച്ചാം നിരനിരയായി തളിരോല പൂക്കും നിറ കൈതപ്പൂക്കൾ മണിമകുടം തഴുകേണം. പൊന്നോലപ്പട്ടുകൾ തുന്നി നിറയും നിറ പറയും വച്ച്, പൊന്നോലപ്പട്ടുകൾ തുന്നി നിറയും നിറ പറയും വച്ച് മോഹങ്ങൾ മെനയും മറവീട്ടിൽ നീ എന്നും ഉലകം അണിയണം. അറബിപ്പൂ പൊന്നുവാരി അണിമണി തൻ കതിർച്ചൂടി അഴകിൻ പൂച്ചില്ലു ചൂടി നിറമനസിൽ കനവോടെ കന്നിത്താരം പോലെ എന്നും നീ വാഴണം, കന്നിത്താരം പോലെ എന്നും നീ വാഴണം. മണിമണിയായി കതിരോല പുന്നൽ കതിരോളം തുള്ളും കണിനടനം തുടരേണം. പൊന്നോണപ്പാട്ടുകൾ പാടി ഇളകും പദചലനത്തോടെ, പൊന്നോണപ്പാട്ടുകൾ പാടി ഇളകും പദചലനത്തോടെ താളങ്ങൾ ഉണരും പുതുവീട്ടിൽ നീ എന്നും ചിരികൾ തൂകേണം. അറബിപ്പൂ പൊന്നുവാരി അണിമണി തൻ കതിർച്ചൂടി അഴകിൻ പൂച്ചില്ലു ചൂടി നിറമനസിൽ കനവോടെ കന്നിത്താരം പോലെ എന്നും നീ വാഴണം, കന്നിത്താരം പോലെ എന്നും നീ വാഴണം. അറബിപ്പൂ പൊന്നുവാരി അണിമണി തൻ കതിർ
ചൂടി നിറമനസിൽ കനവോടെ കന്നിത്താരം പോലെ എന്നും നീ വാഴണം കന്നിത്താരം പോലെ എന്നും നീ വാഴണം കപാലം ത്രിശൂലം കരാഭ്യാം ദധാനം പദാം ഭോജനം രായ കാമം ദധാനം ബലിവർദ്ധയാനം സുരാണാം പ്രധാനം ശിവം ശങ്കരം ശംഭുമേ. ഇതെന്താ മായെന്നിവിടെ? ആ സുമി ചേച്ചിയോ? അമ്മയ്ക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴകത്തിനിപ്പൊ ഞാനാ. ഇന്നിപ്പോ കോളേജില്ലേ? ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് ഓടാൻ. പരമ്പരയെ കിട്ടണതായതുകൊണ്ട് കഴകം മുടക്കരുതെന്ന് അമ്മയുടെ നിർബന്ധമാ. അത് ഏതായാലും നന്നായി. ഭഗവതിയോട് നേരിട്ടൊരു ബന്ധം ഉണ്ടാക്കാലോ. ഇത്തിരി കൂടെ ഉണ്ട്, വേഗം കൊടുത്തില്ലെങ്കിലേ തിരുമേനി വെളിച്ചപ്പാടാവും. വാര്യർ മാഷോട് എന്റെ അന്വേഷണം പറയണോട്ടോ. സത്യത്തിൽ എന്റെ മാത്രമല്ല, മാഷയുടെ ഒരു പുന്നാര ശിഷ്യൻ ഇന്ന് വരുന്നുണ്ട് അബുദാബിന്ന്. അവന്റെ കൂടെ അന്വേഷണം പറയണോട്ടോ. ആര്? ഉണ്ണിയേട്ടനോ? അച്ഛൻ എന്നും ചോദിക്കും തെക്കടുത്ത കാര്യങ്ങള്. ഞങ്ങള് വൈകിട്ട് വരാം ചേച്ചി. ശരി. ശിവം ശങ്കരം ശംഭുമീശാനമീടേ സ്വയം യഃ പ്രഭാതേ നരശൂലപാണേ പഠേത് സ്തോത്രരത്നം ദ്വിഹ പ്രാപ്യ രത്നം സുപുത്രം സുജാനം സുമിത്രം കളത്രം വിചിത്രൈ സമാരാധ്യ മോക്ഷം പ്രയാതി. ഹലോ, ഇത്തിരി ചന്ദനം കിട്ടിയാൽ കൊള്ളായിരുന്നു. തെക്കേടത്ത് വീട്ടിൽ സുമിത്രാദേവി, TV സുമിത്രാദേവി, എന്നെ ഓർക്കുന്നുണ്ടോ? ഓർക്കാതിരിക്കാൻ വയ്യല്ലോ. കോളേജിൽ തന്റെ ഏറ്റവും വലിയ ശല്യക്കാരൻ ഈ മാന്നാടി കേശവനായിരുന്നല്ലോ. ഇയാൾക്കിപ്പോ എന്താ ഇവിടെ വേണ്ടത്? ഇയാൾ ഇപ്പോഴും ഇവിടെയാ. ഇത്തിരി മണ്ണും കൃഷിയൊക്കെ ആയിട്ട് ഈ നാട്ടിൽ തന്നെ. തന്റെ അനിയൻ ഇത്തിരി സ്ഥലമുണ്ടല്ലോ, അവിടെ ഞാൻ ഇച്ചിരി കൃഷി ഇറക്കിയിട്ടുണ്ട്. അറിയുന്നുണ്ട്. തെമ്മാടിത്തരം ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന വിചാരം. അപ്പൊ ഇപ്പോഴും ഉണ്ടോ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരാള്? ആ പഴയ ലൈനേ, എന്താ പേര്? സഹദേവൻ. അമ്പലത്തിൽ പോയ ആളെ ഇത്ര നേരം കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. ദേ സമയം അങ്ങോട്ട് പോയി, അവനിപ്പം അങ്ങോട്ട് എത്തും. 11 മണിക്കാ ഫ്ലൈറ്റ്. ഇനിയുണ്ട് 3-4 മണിക്കൂർ. അമ്മയുടെ വെപ്രാളം കണ്ടാ തോന്നും ഉണ്ണിക്കുട്ടൻ സ്വന്തം ചെറുകിലാ പറന്നു വരുന്നതെന്ന്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഊണിന് 4-5 കൂട്ടം വേണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതൊക്കെ ഇപ്പൊ റെഡിയാവും അമ്മേ. കിഷൻകുട്ടി വന്നു എന്നാ തോന്നുന്നേ. എന്താ കിഷൻകുട്ടി ഇത്? ഒരു ചന്ത നടത്താനുള്ള അത്ര സാധനം ഉണ്ടല്ലോ. ഇന്ന് ഉണ്ണിക്കുട്ടനുള്ള സദ്യ എന്റെ വകയാ. പപ്പടത്തിന്റെ മാത്രം കുറവുണ്ട്. ഉണ്ണിക്ക് ഇഷ്ടമുള്ള മസാല പപ്പടേ അത് അക്കരെ അമ്പച്ചെട്ടിയാരെ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. അതിപ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ദേ വേഗം വന്നേക്കണം കേട്ടോ. വന്നിട്ട് എയർപോർട്ടിൽ പോകേണ്ടതാ നിനക്ക്. ദേ ഇപ്പൊ എത്തും. ഇന്ന് വേറെ ഒരു ഓട്ടോ ഇല്ല. ഇന്ന് ഫുൾ ഡ്യൂട്ടി ഉണ്ണിക്ക് വേണ്ടിയാ. അവൻ ഈ വണ്ടിയിൽ ഞാൻ എയർപോർട്ടിൽ കൊണ്ട് വിട്ടത്. അപ്പൊ തിരിച്ചു കൊണ്ടുവരുന്ന ഡ്യൂട്ടി എനിക്ക് തന്നെ. അത് ശരിയാവില്ല. ഇതെന്തു പറ്റി? വീണ്ടും അതേ ഇരിപ്പായോ? ഇത്രയും വേണോ ദേവി? ഇതിൽ ഇത്ര വിഷമിക്കാനൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ മരുമോൻ 2 കൊല്ലത്തിന് ശേഷം നാട്ടിൽ വരുന്നു. കാരണവരല്ലാതെ പിന്നെ ആരാ അങ്ങോട്ട് പോയി കാണുക? എന്നാലും അവന്റെ മനസ്സിലിപ്പ് എന്താണെന്നറിയാതെ തന്നെയല്ല മാധവിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. എന്നാ ആ വിഷമം ഉള്ളിൽ ഒതുക്കി അവിടെ ഇരുന്നോളൂ. എന്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാ. ആ ഏതായാലും വൈകിട്ടാവട്ടെ, അവനിങ്ങോട്ട് വരുന്നുണ്ടോ നോക്കാലോ. ശ്രീദേവി, സുനന്ദ മോള് വന്നു. അവൾ ഒരുങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. മോളിങ്ങോട്ടിരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം.
ഇന്നവളെ കോളേ വിടുന്നുണ്ടോ നീ? ചിലപ്പോ ഉണ്ണിമറ്റ വന്നാലോ? അവള് പോട്ടെ, ഇന്ന് ഉച്ചവരെ അല്ലേ ഉള്ളൂ കോളേജ്. ഈ റെക്കോർഡ്സ് ചുമക്കാൻ ഒരു ചുമട്ടുകാരനെ കൂടെ വിളിച്ചാലോ എന്ന് ആലോചിക്കാം. ഞാൻ പോണു. അയ്യോ സോറി കേട്ടോ, ഇന്നൊരു സ്പെഷ്യൽ ഓട്ടമുള്ളതാ. എൻ്റെ കൂട്ടുകാരൻ ഉണ്ണി വരണ്ടേ, പോട്ടെ. To Kuwait are requested to check through immigration, customs and security immediately. Thank you. വീട്ടിൽ നിന്ന് ആരും വരാനില്ല. എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നാൽ മതി. ടാക്സി? You are our VIP customer. ബാങ്കിന്റെ വെരി വെരി വാല്യൂഡ് കസ്റ്റമർ ആവുന്നു കൃഷ്ണൻ. വെരി വാല്യൂഡ് കസ്റ്റമർ. എന്റെ കാറിൽ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. മൈ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു. ചേട്ടാ ഒന്ന് മാറിക്കേണ്ട. ഞാനിവിടെ വന്നത് ഇതൊക്കെ ചെയ്തതും കസ്റ്റമർ സർവീസിന്റെ ഭാഗമായി മാത്രമല്ല, എന്തോ ഉണ്ണികൃഷ്ണനോട് എനിക്ക് പേഴ്സണലായിട്ട് താല്പര്യം കൊടുത്ത്. താങ്ക് യു. രക്തം രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷം എന്ന് മുമ്പേതോ സിനിമയിൽ കേട്ടിട്ടില്ലേ? ഒരു ബ്ലഡ് റിലേഷൻ. ഉണ്ണി അയക്കുന്ന കത്തുകളിലെ ആത്മാർത്ഥത, ആർജവം. സാറിന്റെ ഒക്കെ അക്നോളജ്മെന്റ് ലെറ്റേഴ്സ് കിട്ടുമ്പോഴാ കൂടുതൽ സേവ് ചെയ്യണം എന്നൊക്കെ ഒരു വിൽ പവർ തോന്നുന്നത്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാ മണൽക്കാട്ടി കിടന്ന് അധ്വാനിച്ച് ഈ നാട്ടിന് പൊന്നിൻ നിറമുണ്ടാക്കും. ഞങ്ങളൊക്കെ ആരാ? വേറെ ഓടലേസ് വിനീതദാസന്മാർ. സാറിന്റെയൊക്കെ സഹായം ഉള്ളതുകൊണ്ടാ ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. അക്കരെ ഇരിക്കുമ്പോ മനസ്സിൽ തീയ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത്. ഇപ്പൊ തന്നെ വീട് പണിക്ക് ഒത്താശ തരാൻ സാറ് സന്മനസ് കാട്ടിയത് എനിക്ക് എന്തുമാത്രം സഹായമായി. ആ അത് പറഞ്ഞപ്പോഴാ ഇനി തിരക്കൊക്കെ കഴിഞ്ഞ് നാളെ ബാങ്കിലോട്ടിറങ്ങ്. ഇനി വെറുതെ കളയാൻ ദിവസങ്ങളൊന്നുമില്ല, അറിയാലോ. നേരം 12 അവരെ കാണുന്നില്ലല്ലോ. ഈ അമ്മയുടെ ഒരു ധൃതി. ഇനിയിപ്പോ ഉണ്ണിക്കുട്ടനെ കിട്ടിയ എന്നെയൊക്കെ മറന്നു കളയുന്ന എനിക്ക് തോന്നുന്നേ. ഇതിപ്പോ വിമാനം വൈകിയതാണോ അതോ കൃഷ്ണൻകുട്ടി പോകാൻ വൈകിയതാണോന്ന് എങ്ങനെയിപ്പ അറിയ? വിമാനം ഇറങ്ങിയാലും അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ലമ്മേ. ചെക്കിങ്ങും മറ്റും കാണും. എന്താ എല്ലാരും ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നേ? ഇത് നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ തന്നെയാ. നീ എന്താ വരാൻ വൈകിയെന്ന് ഓർത്തിരിക്കായിരുന്നു ഞങ്ങള്. മോനെ സാറായിരുന്നു. അപ്പൊ കൃഷ്ണൻകുട്ടി വന്നില്ലായിരുന്നോ? ഇല്ല, കണ്ടില്ല. സാറകത്തുണ്ടായിരുന്നോണ്ട് എയർപോർട്ടിൽ അധികം പ്രോബ്ലം ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റി. എന്നാ പിന്നെ നിങ്ങൾ അമ്മയും പെങ്ങളും മുന്നിയെ തൽക്കാലം അങ്ങ് ഏറ്റെടുക്കുക. എനിക്ക് ബാങ്കിലെത്തിയിട്ട് ഒത്തിരി പണികളുണ്ട്. വലിയ സഹായമായി സാർ. ഇതൊക്കെ എന്ത് സഹായം? മനുഷ്യർ തമ്മിൽ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കൊക്കി ജീവനുള്ളത് കൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ ഉണ്ണി എല്ലാം പറഞ്ഞ പോലെ സീ യു ടുമോറോ. ഓക്കെ സാർ.
ഇവനിത് എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടി വല്ലയിടത്തും കേടായി വീണ് കാണും. ഡാ ഉണ്ണി, നീ ആളങ്ങ് തടിച്ചു കൊഴുത്തു പോലടാ. നീ വന്നിരുന്നു എയർപോർട്ടിൽ, അവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഓ, എന്തു പറയാനാടാ, എന്തൊരു തിക്കും തിരക്കായിരുന്നു അവിടെ. ഞാൻ ആ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് വിഷമിച്ചേ. പിന്നെ നിന്നെ കണ്ടതുമില്ല. ഏതായാലും നീ സുഖമായിട്ട് എത്തിയല്ലോ, അത് മതി. ആ ബാങ്ക് മാനേജർ വന്നിരുന്നേ, അങ്ങേര് കാറിൽ ഇവിടെ വിട്ടോണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. എയർപോർട്ടിലേക്ക് വരുമ്പോ ഞാൻ ഓർക്കായിരുന്നേ, ഒരു ഗൾഫുകാരനെ എങ്ങനെ ഈ ലൊടുക്ക് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് വരാന്ന്. ഏതായാലും ആ സമയത്തിന് മാനേജറുടെ കാർ വന്ന് നന്നായി അല്ലേ. വന്ന കാലം നിൽക്കാതെ എല്ലാരും അകത്തേക്ക് പോരും. നീ വാ.